ഹൈറേഞ്ചിലെ പ്രാദേശിക കലാകാരന്മാരെയും എഴുത്തുകാരെയും കണ്ടെത്തി കൈപിടിച്ചുയർത്തി ഒരു കൂട്ടായ്മ. നാടൻപാട്ട് കൂട്ടായ്മകളും നാടക കൂട്ടായ്മകളും എഴുത്തുകാരുടെ കൂട്ടായ്മകളുമൊക്കെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇവർ. ഹൈറേഞ്ചിലെ എഴുത്തുകാരുടെ സൃഷ്ടികൾ ഓരോ മാസവും പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്യുവാനും ഇവർക്ക് പദ്ധതിയുണ്ട്. ഇത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകരാണ്. ഇവർ ഒത്തുകൂടിയാൽ എപ്പോഴും സാഹിത്യ ചർച്ചകളും നിരൂപണങ്ങളുമാണ് കൂട്ടായ്മയെ സജീവമാക്കുന്നത്. ലോകോത്തര പുസ്തകങ്ങൾ വായിക്കുകയും അവയെ നിരൂപണം നടത്തുകയും ചെയ്യുന്നതിലൂടെ ഇവർ ആർജിച്ചെടുക്കുന്നത് പുതുതലമുറയെ കൈപിടിച്ചുയർത്തുവാനുള്ള ഊർജ്ജമാണ്. എല്ലാ മാസവും ഓരോ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ മാസം KC സജീവിന്റെ പേരില്ല കവിതകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നാളെ താന്നിമൂട് സ്വദേശിയും പ്രവാസിയുമായ കഥാകൃത്ത് പൂന്തോട്ടത്ത് വിനയകുമാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമായ ലസാഗുവിന്റെ പ്രകാശനവും നടക്കും. കേന്ദ്ര പുരസ്കാര ജേതാവ് മോബിൻ മോഹനാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. പുസ്തക പ്രകാശനം 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് NSCB ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘം നെടുങ്കണ്ട ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയും പ്രവാസിയുമായിട്ടുള്ള കഥാകൃത്ത് ശ്രീ പൂന്തോട്ടത്ത് വിനയൻകുമാറിന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമായിട്ടുള്ള ലസാഗുവിന്റെ പ്രകാശനമാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തപ്പെടുന്നത്. ഇതിനു പുറമെ വിവിധങ്ങളായ കൂട്ടായ്മകൾക്കും ഇവർ രൂപം നൽകുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കലാകാരന്മാർ ചാറൽമേട് അതുപോലെ തന്നെ ആദിവാസി മേഖലകളിൽ നാടൻപാട്ട് സംഘങ്ങളുണ്ട്. ഈ നാടൻപാട്ട് സംഘങ്ങളെ ചേർത്തുകൊണ്ട് ഇവരെ കലാകാരന്മാരുടെ ഒരു കഴിവ് തെളിയിക്കാൻ അവർക്ക് അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടി പുക്കാസായുടെ നേതൃത്വത്തിൽ വരും മാസങ്ങളിൽ ഒരു നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കും. അതുപോലെ തന്നെ നെടുങ്കണ്ടത്ത് സ്വദേശിയും ലോറി ഡ്രൈവറുമായ രതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പാത്തിക്കാലം എന്ന കഥാസമാഹാരം ഒക്ടോബർ മാസത്തിൽ പുക്കാസായുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജു ഫിലിപ്പിന്റെ കഥാസമാഹാരം. അങ്ങനെ കലാരംഗത്തും സാഹിത്യരംഗത്തും ഒരു മെച്ചപ്പെട്ട സ്ഥിതി കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത്. കലാകാരനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് അന്യം പോയിട്ടുള്ള നാടകങ്ങൾ, അമച്ചർ നാടകങ്ങൾ, ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KJ ജോയിയും അതുപോലെ സത്യരാജ് ഉൾപ്പെടെ ആളുകൾ ചേർന്ന് നാടകങ്ങൾ തയ്യാറാക്കി അതൊരു അമച്ചർ നാടകങ്ങളായി ഒരു പ്രത്യേക സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കഥാപ്രസംഗം പോലുള്ള കലകൾ ഇവിടെ കൊണ്ടുവരാനും കൂടുതൽ ജനകീയ കലാരംഗത്ത് ജനകീയർക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടാണ്. അതെ, പഴമയുടെ കലാപ്രതാപത്തിലേക്ക് ഇടുക്കിയെ വീണ്ടും കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യമാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഈ പ്രവർത്തകർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.